പഴയ ഡയറി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്തോണ്ട് പോരെ. ഇതിന്റെ ചട്ട വെച്ച് നമുക്ക് അടിപൊളി ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് അച്ഛന്റെ അമ്മേന്റെ ആനിവേഴ്സറിക്കോ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്കോ അതും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫോട്ടോസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഫ്രെയിമും കൂടിയാണ്. അതായത് മൾട്ടി പർപ്പസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റിക്കോ. ഇനി ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഡയറിന്റെ ഒരു വശത്തെ ചട്ട മാത്രം മതി. നല്ല കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഡയറിന്റെ ചട്ടനെ എടുക്കണേ. എന്നാ പിന്നെ കാർഡ്ബോർഡ് എടുത്ത് ചെയ്താൽ പോരെന്ന് കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും. സ്വാഭാവികം. ശരിയാണ്, കാർഡ്ബോർഡ് വെച്ച് നമുക്കിത് ചെയ്യാം. പക്ഷെ അതിലൊരു ത്രില്ലുണ്ടോ? ഇല്ല. വരൂ, നമുക്ക് കാർഡ്ബോർഡ് വെച്ച് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാം. ഇങ്ങനെ പറഞ്ഞ ആരേലും എന്റെ വീഡിയോ കാണുമോ? കാർഡ്ബോർഡ് വെച്ച് പൊതുവെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അതാ പറഞ്ഞ അതിലൊരു ത്രില്ലില്ല. അതേസമയം ഒരു ഉപകാരം ഇല്ലാണ്ട് ഒരു മൂലയ്ക്ക് പൊടി പിടിച്ചെടുക്കുന്ന ഡയറി എടുത്തോണ്ട് വന്ന് ക്രാഫ്റ്റ് ചെയ്താൽ അതിലൊരു ത്രില്ലുണ്ട് ഇല്ലേ? ഇനിയിപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയണേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഫ്രെയിമിന് വേണ്ടിയിട്ട് 4 കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. 2-3 കാർഡ്ബോർഡ് ഒന്നിച്ചൊട്ടിച്ച് കുറച്ച് കട്ടിയിലാക്കിയാൽ മതി. എന്തൊക്കെയാണെങ്കിലും കാർഡ്ബോർഡിന്റെ സഹായം നമുക്ക് എപ്പോഴും വേണം. അങ്ങനെ അങ്ങ് തള്ളി പറഞ്ഞുകൂടാ. ഇനി ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിലെ സ്വിച്ചും കൂടി ഒന്ന് ഓൺ ആയി കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട.